ഹായ് ഓൾ, വെൽക്കം ടു ലൂമി സ്പ്രിൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡിൻ്റെ 21ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ബ്ലഡ് റിലേഷൻ ആണ്. അതായത് സിംപ്ലി എന്താണ്, കുറേ സ്റ്റേറ്റ്മെൻറ്റ് തരും. ആ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ മുമ്പ് കാണുന്ന ഒരാൾ എൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ അങ്ങനെ കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് തരും. ഓക്കെ, എന്നിട്ട് ഫൈനലി എന്തായിരിക്കും ആളും നിങ്ങൾ തമ്മിൽ റിലേഷൻ, ആ കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യനൊക്കെയാണ് ചോദിക്കാറ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഫാമിലി ട്രീ രീതിക്കൊക്കെ വരയ്ക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് സിമ്പിൾ നൊട്ടേഷൻസ് ആദ്യം നോക്കാം. ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെയാണോ ഇഷ്ടമുള്ളത് ആ രീതിക്ക് ചെയ്യാം. ഫൈനലി ആൻസർ കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എയും ബിയും എടുത്തു. ഇവിടെ എ എന്താണ്, മെയിലാണ്. അപ്പോൾ മെയിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അടിയിൽ ഒരു ലൈൻ വരയ്ക്കും. ഫീമെയിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യാനോ 2 ലൈൻ വരയ്ക്കും. ഓക്കെ, ഇത് മെയിൽ, ഇത് ഫീമെയിൽ. ഓക്കെ, ഇങ്ങനെ കുറച്ച് നൊട്ടേഷൻസ് നമ്മൾ എടുത്ത് വെക്കുന്നതിനുള്ള കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്, സിബ്ലിങ്സ് ആണെങ്കിൽ എന്തായിരിക്കും, എ ബി. അപ്പം ഇതിങ്ങനെ വരച്ചാലോ, എന്താണ്, എ എന്താണ് മെയിലാണ്, ബി ഫീമെയിലാണ്, രണ്ടാളും കൂടി എന്താണ് സിബ്ലിങ്സ് ആണ്. ഓക്കെ, പിന്നെ കപ്പിൾസ്, അതായത് വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആണെങ്കിൽ എന്താക്കും, എ ബി എന്നായിരിക്കും, എ ഹസ്ബൻഡും ബി വൈഫും. ഓക്കെ, പിന്നെ ഫാദർ ആൻഡ് ചിൽഡ്രൻസ്, ആ ഒരു കൈൻഡ് ഓഫ്, അതായത് പാരൻസും ചിൽഡ്രനും ആണെങ്കിൽ എങ്ങനെ ചെയ്യാം. അപ്പം എ ഫാദറാണ്, എയുടെ ഡോട്ടറാണ് ആര്, ബി എങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് കുറച്ച് നൊട്ടേഷൻസ് പറഞ്ഞുള്ളൂ, കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് ഈ നൊട്ടേഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും. നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഏതാണ് പ്രിഫേർഡ് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ആ രീതിക്കുള്ളത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കുറച്ച് നൊട്ടേഷൻസ് പറഞ്ഞത്, മെയിലാണെങ്കിൽ അടിയിൽ വര വരയ്ക്കും, ഫീമെയിൽ ആണെങ്കിൽ 2 വര ഉണ്ടാവും, സിബ്ലിങ്സ് ആണെങ്കിൽ എ ഐഫൺ ബി ആയിരിക്കും. അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഐഫൺ ഉണ്ടാവില്ല, ഐഫൺ റിമൂവ് ചെയ്തിട്ട് എ ബി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പാരൻസ് ആൻഡ് ചൈൽഡ് ആണെങ്കിൽ എ അടിയിലേക്ക് ഗ്രൈൻഡഡ് ആയിരിക്കും ഉണ്ടാവുക, അതായത് ആ ട്രീ പോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി ഏറ്റവും കൂടുതൽ വേണ്ട കുറച്ച് ടേംസ് ഉണ്ട്, അതായത് റിലേഷൻഷിപ്പും അതിൻ്റെ കുറച്ച് ടേംസ്. അപ്പം നിങ്ങൾക്ക് ഈ നോട്ട്സ് എന്തായാലും നമ്മൾ ടെലിഗ്രാം ചാനൽ ഷെയർ ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തായാലും കണ്ടുപിടിക്കണം, ലെസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി ഏതൊക്കെ എന്തൊക്കെ. കാരണം ഈ ടൈപ്പ് ഓഫ് റിലേഷൻസ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് തരും. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കുകയും വേണം. അതുപോലെ തന്നെ ആൻസറിൻ്റെ അകത്തും ഈ ടൈപ്പ് ഓഫ് ഇതൊക്കെ ആയിട്ട് ടേംസ് ആയിരിക്കും തരിക. അപ്പോൾ നമുക്ക് അതും മനസ്സിലാവണം. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് വായിച്ച് നിങ്ങൾ നോക്കണം. 2 ടേബിൾ ഉണ്ട്. ഈ 2 ടേബിളും നിങ്ങളെന്താ ചെയ്യേണ്ടത്, നിങ്ങൾ സ്വന്തമായിട്ടിരുന്ന് വായിച്ച് മനസ്സിലാക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഷെയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായി ഫീൽ ചെയ്യുമെങ്കിലും ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത് റെപ്രസെൻറ്റേഷൻ ഫോർമാറ്റിലേക്ക് മാറ്റിയാൽ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്, പോയിന്റ് ടു എ ഫോട്ടോഗ്രാഫ് എ മീൻസ്, അതായത് ഒരാളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ട്. അപ്പം അത് നോക്കിക്കൊണ്ട് അയാൾ കുറച്ച് ഡാറ്റാസ് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഫോട്ടോഗ്രാഫ് ഉള്ള ആളെ നമുക്ക് എന്താക്കി എടുക്കാം, എ എന്ന് പറഞ്ഞെടുക്കാം. ആ ഫോട്ടോഗ്രാഫിൻ്റെ അകത്ത് ഒരാളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അയാൾ എന്താക്കി എടുക്കാം, ബി എന്നും പറഞ്ഞെടുക്കാം. ഓക്കെ, 2 ആൾക്കാർ എന്താണ് മെയിലാണ്. അപ്പോൾ നമുക്ക് അടിയിൽ ഒരു വരടാം. ഓക്കെ, എന്നിട്ട് എന്താ പറയുന്നത് ബീനെ കുറിച്ചിട്ട്, ഇയാൾക്ക് സിസ്റ്ററും ബ്രദറും എല്ലാം പറയുന്നത്. ബട്ട് ദാറ്റ് മാൻസ് ഫാദർ ഈസ്, അതായത് ഇയാളെ ഫാദർ, ഫോട്ടോഗ്രാഫിലുള്ള ആളെ കുറിച്ചാണല്ലോ പറയുന്നത്. ബിയുടെ ഫാദർ എന്താണ് പറഞ്ഞത്, ബിയുടെ ഫാദർ. ഇപ്പം ബി ആണ് ബിയുടെ ഫാദർ, നമുക്ക് എങ്ങനെ എഴുതാം, ബി എഫ് എന്ന് എഴുതാം, ബിയുടെ ഫാദർ. ഓക്കെ, ഫാദർ ഈസ് മൈ ഫാദേഴ്സ് ആണ്. അതായത് ബിയുടെ ഫാദർ എന്താന്ന് പറഞ്ഞത്, എയുടെ ഫാദർ എന്താ, എഫ് എന്ന് എഴുതാം. എയുടെ ഫാദറിൻ്റെ എന്താണ് പറഞ്ഞത്, ഫാദറിൻ്റെ സണ്ണാണെന്നാണ് പറഞ്ഞത്. അതായത് എയുടെ ഫാദറിൻ്റെ സണ്ണാണ് എന്ത്, ബി എഫ്. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന ഒരു ട്രീ വരുന്നത്. ഇവിടെ നമ്മൾ കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം. ഇയാൾ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട്, ഐ ഹാവ് നോ ബ്രദർ ഓർ നോ സിസ്റ്റർ. അതായത് എക്ക് എന്തില്ല, ബ്രദറും ഇല്ല സിസ്റ്ററും ഇല്ല. മീൻസ് ഒറ്റൊരു എയുടെ ഫാദറിൻ്റെ ഒറ്റൊരു ചൈൽഡാണ് ആര്, എ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എഴുതിയത്. അതായത് എൻ്റെ ഫാദറിൻ്റെ ഒറ്റൊരു ചൈൽഡാണ് എ വരുന്നത്. മീൻസ് ഈ ബി എഫ് എന്തായിരിക്കും, എ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാൻ പറ്റും, എഫ് എ ബി സ്റ്റാർ, സോറി ബി. ഓക്കെ, ഇവിടെ പിന്നെ ഹൂ ഇസ് ദ ഫോട്ടോഗ്രാഫ് ആരുതാണ് ചോദിച്ചിട്ടുള്ളത്, എയുടെ ആരുതാണ് ആ ഫോട്ടോഗ്രാഫ്, എയുടെ സണ്ണിൻ്റെത്. ഓക്കെ, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സിമ്പിളായിട്ട് നമ്മൾ വായിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതിലേക്ക് മാറ്റിയാൽ മതി. നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ എയും ബി 2 നൊട്ടേഷൻ എടുത്തു. അപ്പം ആദ്യം ബീനെ കുറിച്ച് പറഞ്ഞു. ബീനെ കുറിച്ച് എന്താ, ബിയുടെ ഫാദർ നമുക്ക് ബിയുടെ ഫാദർ ആക്കി എടുത്തു. ആ ഫാദർ എന്താണെന്ന് പറഞ്ഞത്, ഈസ് മൈ ഫാദേഴ്സ് ആണ്. അതായത് എയുടെ
അച്ഛൻ്റെ മകനാണ് ബിയുടെ ഫാദർ. അത് നമ്മളോട് എഴുതി. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ വേറൊരു കാര്യം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് എക്ക് എന്താണ് വേറെ സിസ്റ്ററോ ബ്രദറോ ഇല്ല. മീൻസ് എയുടെ ഫാദറിൻ്റെ ഒരേ ഒരു ചൈൽഡാണ് ആര് എ വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വെച്ചാൽ ഇത് എയുടെ ഫാദറാണ്. എയുടെ ഫാദറിൻ്റെ ഒരേ ഒരു ചൈൽഡ് ആരായിരിക്കും? അത് എ തന്നെയായിരിക്കും. അപ്പം നമുക്ക് ഇതെങ്ങനെ എഴുതാം? ഇതിനെ ഈ രീതിക്ക് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ മാറ്റി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് എ കിട്ടി. അതായത് ബിയുടെ ഫാദറാണ്. അപ്പോൾ എയുടെ എന്തായിരിക്കും? ബി സൺ ആയിരിക്കും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? അനിൽ ഇൻട്രൊഡ്യൂസ് രോഹിത്. അനിൽ അതുപോലെ തന്നെ രോഹിത് രണ്ടാൾക്കാർ എന്താണ്? മെയിലാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഹാസ് ദ സൺ ഓഫ് ദ ഓൺലി ബ്രദർ ഓഫ് ഹിസ് ഫാദേഴ്സ് വൈഫ്. ഓക്കെ, അതായത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. സംഗതി സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ആരെക്കുറിച്ചാണ് അനിൽ പറയുന്നത്? രോഹിത്തിനെ കുറിച്ചാണ്. അപ്പോൾ രോഹിത് എന്താണ് അനിൽ പറയുന്നത്? ആസ് ദ സൺ ഓഫ് ദ ഓൺലി ബ്രദർ ഓഫ് ഹിസ് ഫാദേഴ്സ് വൈഫ്. ഫാദേഴ്സ് വൈഫ് പറഞ്ഞാൽ എന്താണ്? അനിലിൻ്റെ ആരാണ്? മദറാണ്. അനിലിൻ്റെ അച്ഛൻ്റെ ഭാര്യ ഒരു ഭാര്യയിലേ ഉണ്ടാവുള്ളൂ. അനിലിൻ്റെ അച്ഛൻ്റെ ഭാര്യ മീൻസ് സിമ്പിളായിട്ട് അങ്ങനെ എടുത്താൽ മതി. എന്താണ്? അനിലിൻ്റെ മദറാണ്. അതിനെന്താക്കി എടുക്കാം? നമുക്ക് എം ആക്കി എടുക്കാം. ഓക്കെ, അനിലിൻ്റെ മദർ ആണ്. ഓക്കെ, പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ആ മദറിൻ്റെ ബ്രദറിനെ എന്താക്കി എടുക്കാം? നമുക്ക് അനിലിൻ്റെ മദറിൻ്റെ ബി ആക്കി എടുക്കാം. ഓക്കെ, അനിലിൻ്റെ മദറിൻ്റെ ബ്രദറിൻ്റെ എന്താണെന്നാണ് പറഞ്ഞത്? സണ്ണാന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താ വരിക? അനിലും ഈ മദറും നമ്മൾ ഇത് ബന്ധം എന്താ? അനിലിൻ്റെ പേരൻ്റ് ആണല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സിംപ്ലി എന്താണ്? ഇവർ രണ്ടാളും കസിൻസ് ആണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അനിൽ രോഹിത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം. അപ്പം നമ്മൾ അനിലിനെ എ എടുത്തു, രോഹിത്തിന് 6 എടുത്തു. ഓക്കെ, എന്താ പറയുന്നത്? രോഹിത്ത് എന്താണെന്ന് പറയുന്നത്? അനിലിൻ്റെ മദറിൻ്റെ, അതായത് ഫാദേഴ്സ് വൈഫ് പറഞ്ഞ മദറാണ്. മദറിൻ്റെ എന്താണെന്ന് പറഞ്ഞത്? ബ്രദറിൻ്റെ സണ്ണാന്ന് പറഞ്ഞത്. അനിലിൻ്റെ മദറിനെ നമ്മൾ എന്താക്കി എടുത്തു? എം ആക്കി എടുത്തു. അനിലിൻ്റെ മദറിൻ്റെ ബ്രദറിനെ എന്താക്കി എടുത്തു? ബി ആക്കി എടുത്തു. അപ്പം അനിലിൻ്റെ മദറിൻ്റെ ബ്രദർ മീൻസ് ഈ ഐഫോൺ വന്ന ബ്രദറിനാണല്ലോ, ബ്രദർ സിസ്റ്റർ ആ കൈൻഡ് ഓഫ് റിലേഷൻ ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം അനിലിൻ്റെ മദറിൻ്റെ ബ്രദർ, അനിലിൻ്റെ മദറിൻ്റെ ബ്രദറാണ് ആര്? രോഹിത്ത്. അപ്പം അനിലും രോഹിത്ത് നമ്മൾ എന്താ? അവർ കസിൻസ് ആണ്. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞ ഡാറ്റ ഓവർ കൺഫ്യൂസിങ് ആവാൻ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് ഉണ്ടാവും നമുക്ക് വേണ്ട ആൻസർ. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ജസ്റ്റ് നമുക്ക് എഴുതി പോവാം. എ ഈസ് ദ എന്താണ്? ഫാദർ ഓഫ് സി. എ എന്താ? ഫാദർ എന്ന് പറയുമ്പോൾ മെയിൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു വരടാം ഫാദർ ഓഫ് സി, അത് നമ്മൾ എഴുതി. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡി ഈസ് ദ സൺ ഓഫ് ബി. ഓക്കെ, ബി ഉണ്ട്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? സണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സണ്ണ് പറയുമ്പോൾ എന്താണ്? മെയിലാണ്. ബീനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ബി മെയിലാണോ ഫീമെയിലാണോ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല. ഓക്കെ, സണ്ണ് എന്നല്ല പറഞ്ഞിട്ട്. പിന്നെ എന്താ പറഞ്ഞത്? ഈ ഈസ് ദ ബ്രദർ ഓഫ് എ. ഈ എന്താണ്? മെയിലാണ്. പിന്നെ എന്തുകൂടിയാണ്? എയുടെ ബ്രദറും കൂടിയാണ്. ഓക്കെ, അതും നമ്മൾ എഴുതി. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈസ് ദ ബ്രദർ ഓഫ് എ ഇഫ് സി ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി. സിയും ഡി നമ്മൾ എന്താണ്? സി എന്താണ്? ഫീമെയിലാണ്. അതുപോലെ തന്നെ ഡിയുടെ സിസ്റ്ററുമാണ്. ഫീമെയിൽ മീൻസ് 2 വര. പിന്നെ സിസ്റ്ററാണ്. സിസ്റ്റർ മീൻസ് നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ, വരടും. ഓക്കെ, ഹൗ ബി ഈസ് റിലേറ്റഡ് ടു എ. അതായത് ഈ ബിയുടെ നേരെ തിരിച്ചാണ്. ബി ഇയുടെ ആരാന്നാണ് ചോദിച്ചിട്ട്. ബി ഇയുടെ ആരാണ്? ഓക്കെ, അപ്പോൾ ഈനെ വെച്ചാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് എന്താണ്? സിയും ഡിയും എന്താണ്? സിബ്ലിങ്സ് ആണ്. കാരണം സി ഡിയുടെ സിസ്റ്റർ ആണ് പറയുന്നത്. അപ്പോൾ സിബ്ലിങ്സ് മീൻസ് ഇതെന്തായിരിക്കണം? ഇവർ രണ്ടാളുടെ എന്തായിരിക്കണം? പേരൻസ് ആയിരിക്കണ്ടേ. അല്ലാണ്ട് ഇവർ രണ്ടാളും സിബ്ലിങ്സ് ആകുമോ? ഇല്ല. കാരണം ഇത് സിബ്ലിങ്സ് ആയതുകൊണ്ട് എയും ബി എന്താണ്? അവരെ പേരൻസ് ആണ്. മീൻസ് എ ഫാദറാണ്. അപ്പോൾ ബി എന്തായിരിക്കണം? മദർ ആയിരിക്കണ്ടേ. അപ്പം എന്താണ്? ഫീമെയിൽ ആയിരിക്കും. ഇവർ രണ്ടാളും എന്തായിരിക്കും? എയും ബി എന്താണ്? ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കും. അതിനുള്ള റീസൺ എന്താണ്? സിയും ഡിയും സി ഡിയുടെ സിസ്റ്ററാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? സിബ്ലിങ്സ് ആണ് അവർ. ഇപ്പോൾ സിബ്ലിങ്സ് ആവണമെന്ന് എന്താണ്? അവരുടെ പേരൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ പേരൻസ് ഇവിടെ എ ഫാദറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബി എന്തായിരിക്കണം? മദർ ആയിരിക്കണം. ഓക്കെ, അപ്പം എന്ത് കിട്ടി? എയും ബി എന്താണ്? ഫാദർ ആൻഡ് മദറാണ്. അപ്പോൾ ഈ എന്താണ്? എയുടെ ബ്രദറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ബന്ധം എന്താണ്?
ഇയുടെ ബ്രദറായ എയുടെ വൈഫാണ് ആര് ബി വരുന്നത്. ഓക്കെ, അപ്പം എയും ഇയും ബിയും നമ്മൾ ബന്ധം എന്താ സിസ്റ്റർ ഇൻ ലോ ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ചോദിച്ചത് ഇയുടെ ആരാണ് ബി എന്നാണ്. നേരെ തിരിച്ചു ചോദിച്ചാൽ ആൻസർ മാറും. ഇയുടെ ആരാണ് ബി? ഇയുടെ ബ്രദറായിട്ടുള്ള എ, ആ ബ്രദറിൻ്റെ വൈഫാണ് ആര് ബി. അതായത് ബ്രദറിൻ്റെ വൈഫ് മീൻസ് സിസ്റ്റർ ഇൻ ലോ. ഓക്കെ, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ നമ്മൾ തന്ന സാധനം അതുപോലെ തന്നെ ചാർട്ടാക്കി എഴുതി, എന്നിട്ട് ഇവിടെ കാര്യങ്ങൾ നോക്കി ഇത് എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ചോദിച്ച ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നോക്കുക. ഇവിടെ പറഞ്ഞത് ഇയുടെ ആരാണ് ബി എന്നാണ് ചോദിച്ചത്, നേരെ തിരിച്ചല്ല. ഇ എന്ന ആളുടെ ആരാണ് ബി എന്നാണ് ചോദിച്ചത്. അത് നേരെ തിരിച്ചു ചോദിച്ചാൽ ആൻസർ മാറും. ഇയുടെ ആരാണ് ബി വരുന്നത്? ഇയുടെ ബ്രദറായിട്ടുള്ള എ, എയുടെ ആരാണ് ബി? വൈഫാണ്. അപ്പം ബ്രദറിൻ്റെ വൈഫ് അതാരാണ്? സിസ്റ്റർ ഇൻ ലോ. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അകത്ത് എക്സിനെയും വൈനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ് വൈനെ കുറിച്ച് പറയുന്നു. എന്താ പറയുന്നത്? ഈസ് ദ ഹസ്ബൻഡ്. ഹസ്ബൻഡ് മീൻസ് എന്തായിരിക്കും? മെയിലായിരിക്കണം അല്ലേ? ഹസ്ബൻഡ് ഓഫ് ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ദ ഫാദർ ഓഫ് മൈ ഫാദർ. അപ്പം എക്സിൻ്റെ ഫാദറിനെ കുറിച്ചും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാത്? എക്സിന് എങ്ങനെ എഴുതി? എക്സ് എന്താണ്? മെയിലാണ്. ദിസ് വൈ സെയിങ് ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് മൈ ഫാദർ ഓഫ് ദ ഫാദർ ഓഫ് മൈ ഫാദർ. അതായത് എക്സിൻ്റെ അച്ഛൻ നമുക്ക് എന്തെടുക്കാം? F1 എടുക്കാം, മെയിലായിരിക്കും. ആ അച്ഛൻ്റെ അച്ഛൻ ഫാദർ ഓഫ് മൈ ഫാദർ, അതായത് എക്സിൻ്റെ ഫാദറിൻ്റെ എന്താന്ന് പറഞ്ഞത്? ഡോട്ടർ, ഗ്രാൻഡ് ഡോട്ടർ ആണെന്ന് പറഞ്ഞത്. അതായത് ഫാദറിൻ്റെ കുട്ടിയുടെ കുട്ടി. അത് ഡോട്ടർ നമുക്ക് ഡി ആക്കി എടുത്താൽ, ഗ്രാൻഡ് ഡോട്ടർ നമുക്ക് ജി ആക്കി എടുക്കാം, ജി ഡി ആക്കി എടുത്താൽ അതെന്തായിരിക്കും? ഇതെന്താ പറഞ്ഞത്? ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് എന്താ പറഞ്ഞത്? ലൈക്ക് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തായിരിക്കും എളുപ്പം. എക്സിൻ്റെ ഫാദറിൻ്റെ ഫാദർ, അത് നമ്മൾ ഇത് എക്സിൻ്റെ ഫാദറിൻ്റെ ഫാദർ, ആ ഫാദർ അതായത് ഗ്രാൻഡ് ഫാദറിൻ്റെ ഗ്രാൻഡ് ഡോട്ടർ, അതായത് കുട്ടിയുടെ കുട്ടി, ഗ്രാൻഡ് ഡോട്ടർ എന്താണെന്ന് പറഞ്ഞത്? അത് വൈ അവരുടെ എന്താണ് പറഞ്ഞത്? ഹസ്ബൻഡാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ എക്സും ഈ ഗ്രാൻഡ് ഡോട്ടറും നമ്മൾ എന്തായിരിക്കും? അച്ഛൻ്റെ അച്ഛൻ, ആ ഗ്രാൻഡ് ഫാദറിൻ്റെ കുട്ടിയുടെ കുട്ടി, ഇവർ നമ്മൾ എന്തായിരിക്കും? അപ്പം എക്സും ഈ ഗ്രാൻഡ് ഡോട്ടറും തമ്മിലുള്ള ഇവർ എക്സിൻ്റെ സിസ്റ്റർ ആയിരിക്കും. ആര്? എക്സിൻ്റെ സിസ്റ്റർ ആയിരിക്കും ഈ ഗ്രാൻഡ് ഡോട്ടർ. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? വൈ റിലേറ്റഡ് ടു എക്സ്, അതായത് എക്സിൻ്റെ ആരാണ് വൈ? എക്സിൻ്റെ ആരാണ് വൈ? എക്സിൻ്റെ സിസ്റ്ററായ അവരുടെ ഹസ്ബൻഡാണ് ആര്? വൈ. അപ്പം എക്സും വൈ നമ്മൾ എന്താണ്? ബ്രദർ ഇൻ ലോ. എക്സിൻ്റെ ബ്രദർ ഇൻ ലോ ആയിരിക്കും വൈ. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? എക്സിൻ്റെ ഫാദർ അത് നമ്മൾ എഴുതി. ആ ഫാദറിൻ്റെ കുട്ടിയുടെ കുട്ടി, കാരണം ഡോട്ടർ എന്നല്ല പറഞ്ഞത്, ഗ്രാൻഡ് ഡോട്ടർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടിയുടെ കുട്ടി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്ത് വരും? എക്സിൻ്റെ ആരായിട്ട് ആ ഗ്രാൻഡ് ഡോട്ടർ വരും? സിസ്റ്ററായിട്ട് വരും. ആ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് ആര്? വൈ അല്ലേ? ആ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് വൈ. അപ്പം ഈ എക്സും വൈയും തമ്മിൽ ബന്ധം എന്തായിരിക്കും? എക്സ് എന്ന ആളുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് വൈ, മീൻസ് എന്തായിരിക്കും? ബ്രദർ ഇൻ ലോ ആയിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ രാജൻ ഒരു ലേഡിനെ കുറിച്ച് പറയുന്നതാണ്, രാജനും ലേഡിയും. ഓക്കെ, നമുക്ക് രാജൻ്റെ കേസ് നോക്കാം. രാജൻ എന്താ പറയുന്നത്? രാജൻ മെയിലാണ്. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദ വുമൺ ഹൂ ഈസ് ദ മദർ ഓഫ് ദ ഹസ്ബൻഡ് ഓഫ് മൈ മദർ.
അതായത് നമുക്ക് ബേക്കിൽ നിന്ന് തുടങ്ങി നോക്കാം. ഓഫ് മൈ മദർ, രാജൻ്റെ മദർ നമുക്ക് എന്താക്കി എടുക്കാം, എം ആക്കി എടുക്കാം. ആ മദറിൻ്റെ ഹസ്ബൻഡ്, അതായത് രാജൻ്റെ മദറിൻ്റെ ഹസ്ബൻഡ് മീൻസ് എന്താണ്, രാജൻ്റെ ആരായിരിക്കും, അത് ഫാദർ ആയിരിക്കും. നമുക്ക് എന്താക്കി എടുക്കാം, എഫ് ആക്കി എടുക്കാം. അത് ഹസ്ബൻഡ് ഈസ് ദ മദർ ഓഫ് ദ ഹസ്ബൻഡ്, അതായത് ഈ ഹസ്ബൻഡിൻ്റെ മദർ, അതായത് എം എഫ് ആക്കി എടുക്കാം. ഹസ്ബൻഡിൻ്റെ മദറിൻ്റെ ആരാന്ന് പറഞ്ഞത്, ഡോട്ടർ ആണെന്നാണ് പറഞ്ഞത്. അതായത് ഈ ഹസ്ബൻഡിൻ്റെ മദറിൻ്റെ ഡോട്ടറാണ് ആര്, ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ ഏരോടുന്നുള്ളൂ. മദറിൻ്റെ ഡോട്ടറാണ് ആര്, ആ ലേഡി. ഓക്കെ, അപ്പം ഫാദറും ആ ലേഡിയും തമ്മിൽ ബന്ധം എന്തായിരിക്കും, ഫാദറിൻ്റെ ആരായിരിക്കും ആ ലേഡി, സിസ്റ്റർ ആയിരിക്കും. ഓക്കെ, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. രാജൻ്റെ മദറിൻ്റെ ഹസ്ബൻഡ്, രാജൻ്റെ മദറിൻ്റെ ഹസ്ബൻഡ് മീൻസ് രാജൻ്റെ ഫാദർ, ആ ഫാദറിൻ്റെ മദർ, ആ മദറിൻ്റെ ഡോട്ടറാണ് ആര്, ആ ലേഡി. ഓക്കെ, അപ്പം ആ ഫാദറും ആ ലേഡിയും നമ്മൾ ബന്ധം എന്തായിരിക്കും, ഫാദറിൻ്റെ സിസ്റ്റർ ആയിരിക്കും ആര്, ആ ലേഡി. അപ്പോൾ ആരായിരിക്കും, ആൻ്റെ ആയിരിക്കും. ഓക്കെ, അതായത് രാജൻ്റെ ആൻ്റെ ആയിരിക്കും ആര്, ആ ലേഡി വരിക. ഓക്കെ, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ബേക്കിൽ നിന്നാണ് തുടങ്ങിയത്. നിങ്ങൾക്ക് ഏത് രീതിക്കാണ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. രാജൻ്റെ മദർ, ആ മദറിൻ്റെ ഹസ്ബൻഡ് മീൻസ് രാജൻ്റെ ഫാദർ, ആ ഫാദറിൻ്റെ മദറിൻ്റെ ഡോട്ടറാണ് ആ ലേഡി, ഫാദറിൻ്റെ മദറിൻ്റെ ഡോട്ടറാണ് ലേഡി. നമ്മൾ കംപ്ലീറ്റ് വരച്ചത് വരച്ചു. എന്നിട്ട് ഫാദറും ആ ലേഡി നമ്മൾ ബന്ധം തന്നു കിട്ടി, ഫാദറിൻ്റെ സിസ്റ്റർ ആയിരിക്കും ആര്, ആ ലേഡി. ഓക്കെ, അപ്പം ഈ ലേഡിയും രാജനും തമ്മിലുള്ള ബന്ധം നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കേണ്ടത്, ഇതിൻ്റെ അകത്ത് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് പെട്ടെന്ന് വായിച്ച് കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. ബട്ട് നിങ്ങൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. മോസ്റ്റ് ഓഫ് ചാൻസ് ചോദിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള മോർ ക്വസ്റ്റ്യൻസ് ലൂമി പ്രിപ്പിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തൊരു ടെലിഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ബാങ്കുകൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലും പറയാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.